ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഞാനിത് അടുക്കളപ്പണിയുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ കുറച്ച് ദിവസമായില്ലേ വീണ്ടും വീഡിയോ ഇടാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് തോന്നി വീണ്ടും ഒന്ന് വീഡിയോ ഇട്ട് കളയാമെന്ന്. അങ്ങനെ ഞാനിതാ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ്. വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ്. അങ്ങനെ രാവിലെ ഇതാ അരി അടുപ്പിലിടാനുള്ള വെള്ളമൊക്കെ അടുപ്പിച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. പിന്നെ സുനിത, ഹായ്, ഗുഡ് മോർണിംഗ്. നിനക്ക് സുഖമല്ലേ? ഞാൻ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നാളെ വീഡിയോയും കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടണം. ഇല്ലെങ്കിൽ നാളെ നിനക്ക് ഞാൻ അടി തരും കേട്ടോ സുനിതേ. അങ്ങനെ ഇന്ന് കിട്ടിയത് സീഡിക്കാരയാണ്. സീഡിക്കാരയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ അടുപ്പിലിട്ട് കഴിഞ്ഞു. പിന്നെ 2-3 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് കഴുകി കമത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഭയങ്കര എന്നോട് വിഷമം പറയണുണ്ട്, ഞാൻ വീഡിയോ ഇടണില്ല. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയണുണ്ട്. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്കൊരു മടിയാണ്. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും തോന്നണില്ല വീഡിയോ ഇല്ലേ. നമ്മൾ സാധാരണക്കാരാകുമ്പോൾ സാധാരണക്കാരൻ്റെ രീതിയിലല്ലേ വീഡിയോ പോകുള്ളൂ. അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട്. അങ്ങനെ രാവിലെ ചെറുപയറും പുട്ടും പഴവും പപ്പടവുമായി ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. അത് കഴിഞ്ഞിട്ട് ചക്കയുണ്ട്, മാങ്ങയുണ്ട്. മാങ്ങാക്കറി നാളെ വയ്ക്കാം കേട്ടോ. ഇന്ന് ചക്ക അവിയൽ വെച്ചു. അപ്പോഴേക്കും കറണ്ടില്ല. അങ്ങനെ ഞാനിതാ അമ്മിയിൽ അരയ്ക്കാമെന്ന് കരുതി. അമ്മിയിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കണുണ്ട്, എന്നാലും എല്ലാ ദിവസവും അരയ്ക്കൊക്കെ ഇല്ല കേട്ടോ. അങ്ങനെ രാവിലെ മീനിന് അമ്മിയിലൊക്കെ അരച്ചെടുത്തു. ഇടയ്ക്ക് അമ്മിയിൽ അരച്ച് മീൻ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. ഇടയ്ക്കൊരു മടി വരുമ്പോൾ അരയ്ക്കില്ല, അത്രയേ ഉള്ളൂ. അരകല്ലൊക്കെ ഉള്ളതുകൊണ്ട് അരയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ചില സമയങ്ങളിൽ അരയ്ക്കാനൊരു മടിയും തോന്നാറുണ്ട്, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. അങ്ങനെ കുറച്ച് ചൂര കഷ്ണങ്ങളും നമ്മൾ ആ സീഡിക്കാരയുടെ തലയായിട്ടൊന്ന് കറി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ അമ്മയിൽ നിന്ന് കൂട്ടൊക്കെ എടുത്ത് നമുക്ക് മീൻ കറി വയ്ക്കാം. എല്ലാവരും വീഡിയോ കാണണം, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഞാൻ ഇടാത്തതിലൊന്നും ആരും ഒന്നും വിചാരിക്കേണ്ട. ചില സമയങ്ങളിൽ മനുഷ്യരില്ലേ തോന്നണതാണ് വീഡിയോ ഇടണ്ടെന്ന് തോന്നും, അങ്ങനെ ഇടാതിരിക്കണതാണ്. എന്നാലും ഞാൻ യൂട്യൂബ് ചാനലൊന്നും നിർത്തലാക്കൂല കേട്ടോ. വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ പെൻഡിങ് വന്നിരുന്നാലും ഞാൻ വീണ്ടും വീഡിയോ ഇടും. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. അങ്ങനെ മീൻ കറിയും മീൻ ഫ്രൈയും ചക്ക അവിയലും ഇന്നലത്തെ രസവുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിതാ ഒരു ചെറിയ യാത്ര പോവുകയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി എൻ്റെ മോളെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറുന്നപ്പോൾ ഓട്ടോക്കാരൻ വരണതേ ഉള്ളൂ. അത് നമ്മൾ അയൽവാസി ഒരു ചേച്ചിയാണ് അതുവഴി പോണത്. അങ്ങനെ ഞങ്ങളിതാ മോളെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു ബേക്കറി കയറി കേട്ടോ. വലിയ ബേക്കറിയാണ്, വട്ടിയൂർക്കാവിലുള്ള ജി ബേക്കറി. സൂപ്പർ സെലക്ഷനാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർ സ്വന്തം ആയിട്ട് ഉണ്ടാക്കി വെക്കണതാണ്. അതിന് താഴത്തെ നിലയിൽ പാചകമാണ്, മുകളിൽ കച്ചവടവുമാണ്. അടിപൊളി സാധനങ്ങളാണ്. ഞാൻ സ്ഥിരം അവിടെ പോയി വാങ്ങണതാണ്. എൻ്റെ മോളെ വീട്ടിൽ പോയി ഞാൻ ഇവിടെ ചെന്നാണ് വാങ്ങണത്. അങ്ങനെ അവിടെ നിന്നെല്ലാം വാങ്ങി വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ കയറി മോളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. അങ്ങനെ ഞങ്ങളത് വീട്ടിലൊക്കെ എത്തി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും എൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ പിറന്നാളാണ്, അത് പ്രമാണിച്ച് പോയതാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്.